നമസ്കാരം സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ SSLC CBSE പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ +2 ബിരുദ പഠനങ്ങൾക്കായി വലിയ തുക സാമ്പത്തിക സഹായം ലഭിക്കുന്ന വിദ്യാധൻ സ്കോളർഷിപ്പ് 2026 ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പഠിക്കാൻ മിടുക്കരായ കുട്ടികൾക്ക് ഇതൊരു വലിയ അനുഗ്രഹമാണ്. എന്നാൽ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ 30 അതായത് ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇത് ആർക്കൊക്കെ ലഭിക്കും, എങ്ങനെ അപേക്ഷിക്കാം എന്ന് വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഐഷ മൈഡിയാസിന്റെ ഈ വീഡിയോ മുഴുവനായി കാണുക. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പ്രവേശനം നേടാൻ കാത്തിരിക്കുന്ന കുട്ടികൾക്ക് പഠന ചെലവുകൾക്കായി മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒന്നാണ് ഷിബുലാൽ ഫാമിലി ഫിലാൻട്രോപിക് ഇനിഷ്യേറ്റീവ്സ് നൽകുന്ന ഈ വിദ്യാധൻ സ്കോളർഷിപ്പ്. കഴിഞ്ഞ ഒട്ടനവധി വർഷങ്ങളായി കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് തണലായി മാറിയിട്ടുള്ളത്. +2 പഠനം പൂർത്തിയാക്കുന്നതുവരെ ഈ സ്കോളർഷിപ്പ് തുക കുട്ടികൾക്ക് ലഭിക്കും. കൂടാതെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ബിരുദ പഠനത്തിനും ഈ സ്കോളർഷിപ്പ് തുടരാൻ അവസരമുണ്ട്. ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടത് എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഒന്നാമതായി, അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിയുടെ കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. രണ്ടാമതായി, 2026 SSLC പരീക്ഷയിൽ കുറഞ്ഞത് 7 A+ഉം 3 Aയും എങ്കിലും നേടിയിരിക്കണം. ഇനി CBSE 10ാം ക്ലാസ് പരീക്ഷ പാസ്സായ കുട്ടികളാണെങ്കിൽ അവർക്ക് കുറഞ്ഞത് 2 A1ഉം 3 Aയും എങ്കിലും ഗ്രേഡ് ഉണ്ടായിരിക്കണം. ഇനി ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ മാർക്കിൽ വലിയ ഇളവുകളുണ്ട്. അവർക്ക് പരീക്ഷയിൽ കുറഞ്ഞത് 2 Aയും ഒപ്പം B ഗ്രേഡും ഉണ്ടായാൽ തന്നെ ഈ സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാൻ യോഗ്യതയുണ്ടായിരിക്കും. ഈ സ്കോളർഷിപ്പിന് ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കരുതേണ്ട പ്രധാനപ്പെട്ട രേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് നേരത്തെ തന്നെ സ്കാൻ ചെയ്ത് ഫോണിലോ കമ്പ്യൂട്ടറിലോ സൂക്ഷിക്കുന്നത് അപേക്ഷ വളരെ എളുപ്പമാക്കും. വിദ്യാർത്ഥിയുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ മാർക്ക് ഷീറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്നും ഈ അടുത്ത കാലത്ത് ലഭിച്ച കറന്റ് വരുമാന സർട്ടിഫിക്കറ്റ്. ശാരീരിക വെല്ലുവിളികളുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അത് തെളിയിക്കുന്ന വാലിഡ് ആയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. വിദ്യാർത്ഥിയുടെ പേരിൽ തന്നെയുള്ള ഒരു കൃത്യമായ ഇമെയിൽ ID, സർക്കാരുമായുള്ളതും ഈ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടതുമായ എല്ലാ അറിയിപ്പുകളും ഈ ഇമെയിലാക്കാണ് വരിക. ഈ സ്കോളർഷിപ്പിലേക്ക് കുട്ടികളെ തെരഞ്ഞെടുക്കുന്നത് തികച്ചും സുതാര്യമായ രീതിയിലാണ്. അപേക്ഷിക്കുന്ന കുട്ടികളിൽ നിന്നും മെറിറ്റ് അടിസ്ഥാനമാക്കി ആദ്യം ഒരു ഓൺലൈൻ പരീക്ഷയും അതിനുശേഷം ഒരു അഭിമുഖവും നടത്തിയാണ് അർഹരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ഓൺലൈൻ പരീക്ഷയുടെ തീയതിയും ഇന്റർവ്യൂ നടക്കുന്ന ദിവസവും നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ച ശേഷം നിങ്ങൾ നൽകിയ ഇമെയിൽ വിലാസത്തിലേക്ക് അവർ കൃത്യമായി അയച്ചു തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഇമെയിൽ കൃത്യമായി പരിശോധിക്കാൻ മറക്കരുത്. ഈ സ്കോളർഷിപ്പ് തികച്ചും സൗജന്യമായാണ് ലഭിക്കുന്നത്. ഇതിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല അവർ മറ്റാർക്കും നൽകിയിട്ടില്ല. എങ്ങനെ അപേക്ഷിക്കാം? നിങ്ങൾക്ക് മൊബൈൽ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ ഓൺലൈനായി ഇതിലേക്ക് അപേക്ഷിക്കാം. അതിനായി www.vidyadhan.org എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോറിൽ നിന്ന് SDF വിദ്യ ആപ്പ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുന്നത് കൊണ്ട് പലർക്കും വെബ്സൈറ്റിൽ കയറുമ്പോൾ ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ലിങ്ക് ഓപ്പൺ ആകാൻ താമസമുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിലോ അതിരാവിലെയോ അപേക്ഷിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനിടയിൽ എന്തെങ്കിലും സംശയങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ ബന്ധപ്പെടാൻ ഔദ്യോഗിക ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. 918068333500,
0806833500. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് vidyadhan.kerala@sdfoundationindia.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ അയക്കാവുന്നതാണ്. പഠിക്കാൻ മിടുക്കരായ എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് തങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന വലിയൊരു അവസരമാണിത്. ജൂൺ 30 അവസാന തീയതി എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലോ 10ാം ക്ലാസ് നല്ല മാർക്കോടെ പാസ്സായ കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ വിവരം എത്രയും വേഗം അവരിലേക്ക് എത്തിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് വിവരങ്ങളും സാങ്കേതിക അറിവുകളും നിരന്തരം ലഭിക്കാൻ ഐഷാം ഐഡിയാസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.